എല്ലാ യോഗ സാധകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. യോഗ പരിശീലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് ചെറിയ ക്ലിപ്പുകളായിട്ട് എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിരവധി വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനതിന് മറുപടി തരാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ പറയുന്ന ഒരു ടിപ്പ്, ഒരു കൃത്യസമയത്ത് രാവിലെയോ വൈകിട്ടോ ഒരു അരമണിക്കൂർ തിരഞ്ഞെടുത്തിട്ട് നിരന്തരമായിട്ടുള്ള ഒരു ജപമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്ലോകങ്ങളോ നമുക്കിഷ്ടമുള്ളത്, ഏത് മതത്തിലുള്ള ആളുകളായാലും അവരവർക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതി അതൊരു കൃത്യസമയത്ത് കൃത്യമായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ ആ ഒരു ട്യൂണിങ്ങിലേക്ക് ആവുക. ഇപ്പം നമ്മൾ പല ആളുകളും പല മതത്തിലുള്ളവരുണ്ടാവാം, വ്യത്യസ്ത സമ്പ്രദായ രീതികൾ ഫോളോ ചെയ്യുന്നവരുണ്ടാവാം, മതങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളുണ്ടാവാം, നിരീശ്വരവാദികളുണ്ടാവാം. ആരൊക്കെ ആയാലും നമ്മുടെ ജീവിതത്തിലൊരു ചിട്ട വളരെ അത്യാവശ്യമാണ്. ഒരു കൃത്യസമയത്ത് രാവിലെ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക. ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം നിരന്തരം മാറ്റിവെക്കുക. അങ്ങനെ കുറേ കാലങ്ങൾ ചെയ്യുന്ന സമയത്ത്, കുറേ സമയമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ കൂടെ അങ്ങോട്ട് ചേരും. നമ്മുടെ ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിരിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുക, അപ്പോൾ ആ സാധനയുടെ കൂടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്, നമ്മുടെ ഒരു ചിത്തത്തിന് വരുന്നൊരു ശുദ്ധിയുണ്ട്, അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു ശാന്തതയുണ്ട്. എത്ര പ്രതികൂല സാഹചര്യങ്ങളാവുമ്പോഴും അല്ലെങ്കിൽ എത്ര വിഷമ ഘട്ടങ്ങളാവുമ്പോഴും നമുക്ക് ആ ഒരു സമചിത്തത നമ്മളെ സഹായിക്കും. ആ ഒരു ബാലൻസിങ് സ്റ്റേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. ഇപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പല പല ദുഃഖങ്ങൾ, ചിലപ്പോൾ രോഗകാരണങ്ങളായിരിക്കാം, അത് ശാരീരികമാകാം, മാനസികമാകാം, വേറെ ഏതെങ്കിലും കുടുംബ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് പുറമേയുള്ള ആളുകളുമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സാമൂഹികപരമായിട്ടുള്ള ദുഃഖങ്ങളാവാം, സ്പിരിച്വലായിട്ടുള്ള ദുഃഖങ്ങളാവാം. എന്നുവെച്ചാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ നമുക്കത് നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാത്തൊരവസ്ഥ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലതാണെന്ന് അറിയാം, പക്ഷെ അത് പറ്റാത്ത അവസ്ഥ. എത്ര ശ്രമിച്ചാലും രാവിലെ നേരത്തെ എഴുന്നേൽക്കാനോ ആ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനോ പറ്റാത്തൊരവസ്ഥ. എന്നെങ്കിലും ഒരു സ്പിരിച്വലായിട്ടുള്ള ദുഃഖങ്ങളെന്ന് പറയും. കാരണം നമുക്ക് അത് മാത്രമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടി വരും. അവിടെയാണ് ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് നമ്മളെ സഹായിക്കുക. ഇത്തരം സാധന ചെയ്യുന്ന ഒരു ടീമുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്. അത് ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയിലേക്കാണ് അവർ ചേർന്ന് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ട്യൂണിങ് അവരുമായിട്ട് കണക്റ്റഡ് ആവുക, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുക, അവരുടെ രീതി ഫോളോ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മെല്ലെ മെല്ലെ ചേർന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. മെല്ലെ മെല്ലെ, പെട്ടെന്നല്ല. പിന്നെ തുടങ്ങിയാൽ നാളെ റിസൾട്ട് കിട്ടുമൊന്നുമില്ല. നമ്മൾ ഈ മാവ് പ്ലാവൊക്കെ വെക്കണ പോലെയാണ്. അതിൻ്റെയൊക്കെ ആദ്യത്തെ വളർച്ചയൊക്കെ അടിയിലേക്കാണ്, വേരുകളുടെ വളർച്ചയാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഫലം കിട്ടാനൊക്കെ സമയം പിടിക്കും. പക്ഷെ ഫലം കിട്ടാൻ തുടങ്ങിയാൽ അതൊരു അൺലിമിറ്റഡ് ആയിരിക്കും. അത് നിരന്തരമായിട്ടുള്ള സാധന ചെയ്താൽ കുറേ കഴിഞ്ഞാൽ പിന്നെ ഒരു കൃത്യമായിട്ടുള്ള സമയം നമ്മളായിട്ട് മാറ്റി വയ്ക്കേണ്ടത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. മുഴുവൻ സമയവും നമ്മൾ ധ്യാനത്തിലായിരിക്കും, മെഡിറ്റേഷനിലായിരിക്കും, ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ധ്യാന രീതികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാം. കുറച്ച് നേരം നമ്മുടെ ശ്വസനത്തിനെ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം ജപിക്കുക, ഓംകാരം മാത്രമായിട്ട് ചൊല്ലുകയോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭ്രൂമധ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുത്ത് ഒരല്പസമയം സൈലൻ്റ് ആയിട്ടിരിക്കുന്നതോ, അല്ലെങ്കിൽ ചിന്തകളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നതല്ല കേട്ടോ. വരുന്ന ചിന്തകളൊക്കെ വരട്ടെ, പോകുന്ന ചിന്തകളൊക്കെ പോകട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ ഒരു സാക്ഷിയായിട്ട് സ്വയം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, പക്ഷെ മെല്ലെ മെല്ലെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. സുഖമായാലും ദുഃഖമായാലും നമ്മൾ നമ്മുടെ കൂടെ ചേർന്നിരിക്കണം. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദം ഉണ്ടാവണം, ഏകാന്തത അതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം, അവിടെ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, ഒരല്പസമയം ഒറ്റയ്ക്കിരിക്കുക, സ്വയം നമ്മളെ തന്നെ നിരീക്ഷിക്കുക. വേണമെങ്കിൽ നമ്മുടെ കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ഭാഗങ്ങളെ ഓരോന്നായിട്ട് മനസ്സിൽ സങ്കല്പിക്കാം. അല്ലെങ്കിൽ ശ്വസനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസവും വെറുതെ നിരീക്ഷിച്ചിരിക്കാം. അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. ഒരല്പസമയം ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക. വേണമെങ്കിൽ വിഷ്വലൈസിങ് കൂടെ കൂട്ടാം. പ്രകൃതിയിൽ നിന്നൊരു എനർജി ആജ്ഞാചക്രത്തിലൂടെ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അല്ലെങ്കിൽ സഹസ്രാരപത്മത്തിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് സഹസ്രാരപത്മത്തിലൂടെ ശരീരം മുഴുവനും വ്യാപിക്കുന്നതറിയാം. ശിരസ് മുതൽ നമ്മുടെ മൂലാധാര ചക്രം വരെയാണ് ശരിക്ക് ആ ഒരു എനർജി നിൽക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കാല് തളർന്നു പോയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ രണ്ട് കാലില്ലാത്ത ആളുകളും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കാലുകളിലേക്ക് ഈ മുകളിൽ നിന്നുള്ള എനർജി പാസിങ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശിരസ് മുതൽ ആ മൂലാധാര ചക്രം വരെ സഹസ്രാരപത്മവും ആജ്ഞാചക്രവും ശുദ്ധിചക്രവും ഒക്കെ തുടങ്ങിയിട്ടുള്ള മൂലാധാര ചക്രം വരെയുള്ള ആ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. ചക്രങ്ങളെ കുറിച്ചുള്ള പേരുകളും അതിൻ്റെ കളറുകളും അതിൻ്റെ രൂപങ്ങളും ഒന്നും അറിയില്ലെങ്കിൽ ആ ഒരു സങ്കല്പം മാത്രം ഉണ്ടായാൽ മതി. അറിയുന്നവരാണെങ്കിൽ അതിൻ്റെ ശബ്ദങ്ങളുണ്ട്, പ്രത്യേക ശബ്ദങ്ങളുണ്ട്, വൈബ്രേഷനാണ് അതൊക്കെ. ചില ശബ്ദങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അപ്പം അതറിയുന്നവരാണെങ്കിൽ ആ ശബ്ദങ്ങളൊക്കെ ചൊല്ലാം. ചക്രങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. അതൊന്നും അറിയില്ലെങ്കിൽ ചുമ്മാ ഇരുന്നാൽ മതി. അപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഒരു അരമണിക്കൂർ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിപൂർണമായിട്ടുള്ള ശാശ്വത പരിഹാരമായിട്ട് ധ്യാനത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ധ്യാനത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് വരും വീഡിയോകളിൽ മെല്ലെ മെല്ലെ നമുക്ക് ചർച്ച ചെയ്യാം. അറിയേണ്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ വിഷയങ്ങളുമായിട്ട് യോഗാധ്യാനം കമൻറ്റ് ചെയ്യാം. യോഗ വേറെ ധ്യാനം വേറെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. യോഗ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും വിചാരം ആസനാസുകൾ മാത്രമാണെന്നാണ്. അഷ്ടാംഗ യോഗയിൽ ഒരു ഭാഗമാണ് ധ്യാനം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ 8 ഭാഗങ്ങൾ ചേർന്നതാണ് യോഗം. യോഗത്തിലെ ഒരംഗമാണ് ധ്യാനം. അതുപോലെ പ്രാണായാമം, യമനിയമങ്ങൾ, ആസനങ്ങൾ. യോഗ വേറെ ധ്യാനം വേറെ അങ്ങനെയല്ല. നമ്മളൊരു MBBS എടുത്തിട്ട് അതിൽ നമ്മളിപ്പോൾ ദന്തൽ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ അതിൽ സെപ്പറേറ്റായിട്ട് പഠിച്ച് അതിൽ മാസ്റ്ററാകുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ യോഗവിദ്യയിലെ ധ്യാനത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലത്. അതേപോലെ പ്രാണായാമത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് യോഗയിൽ തന്നെ പ്രാണായാമം എടുത്ത് അങ്ങനെ കുറേ മൂല്യങ്ങളെ എടുത്തുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ യമനിയമങ്ങളെ പഠിച്ച് പ്രചരിപ്പിക്കുക, അതൊക്കെ അതിലത്തെ ഓരോ ഭാഗങ്ങൾ എടുത്ത് കൂടുതൽ അതിൽ മാസ്റ്റർഷിപ്പ് എടുക്കുന്നതാണ്.
എല്ലാം ഇൻക്ലൂഡഡ് ആണ് യോഗയിൽ. അതുപോലെ തന്നെ ആസനങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള യോഗാസനങ്ങൾ, ആസന പരിശീലനങ്ങൾ തന്നെ വിന്യാസ യോഗ, പവർ യോഗ തുടങ്ങിയിട്ടുള്ള പല 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 സെക്ഷനുകൾ. അപ്പം ഇതൊക്കെ എല്ലാം കൂടി ചേർന്നതാണ് യോഗം. ഈ കൂടിച്ചേർച്ചയാണ് അല്ലെങ്കിൽ ഈ യോജിക്കുക എന്നുള്ള അർത്ഥമാണ് യോഗ എന്ന ആ ഒരു നമ്മൾ വിളിക്കുന്നതിൻ്റെ അതിൻ്റെ യുജ് എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതിൻ്റെ അർത്ഥം തന്നെ യോജിക്കുക എന്നാണ്, കൂടിച്ചേരുക എന്നാണ്. അപ്പം അതുകൊണ്ട് യോഗവിദ്യയിലുള്ള ആ യോഗയിലുള്ള സമ്പൂർണ്ണ യോഗവിദ്യയിലുള്ള ഓരോ അംഗങ്ങളാണ് മറ്റുള്ളതെന്ന് മനസ്സിലാക്കണം. വരും വീഡിയോയിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്പർ ഞാനിതിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.